ഹലോ കൂട്ടുകാരെ, ഇസാറോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫുൾ ഡേ റുട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുൻപ് കുഞ്ഞൊരു ചോദ്യം നിങ്ങളോട്. നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ എന്ത് ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ റുട്ടീൻ എന്ന് പറയുന്നത് ഇസയും റോസും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ട്യൂഷന് പോയി കഴിഞ്ഞ് പിന്നെ ഫ്രഷ് ആയിട്ട് നമ്മുടെ ഈവനിങ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാലത്ത് സ്കൂളിൽ പോണ വരെയാണ് കേട്ടോ. അവധി ദിവസമൊക്കെ കിട്ടുന്ന ദിവസങ്ങളിൽ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മഴ ദിവസമൊക്കെ അവധി കിട്ടിയപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസാണ് കേട്ടോ. ഇത് റോസുമാണ് ഉണ്ടാക്കിയത്. പിൻട്രസ്റ്റ് ടിങ്കർ ബോക്സ്. ഇത് പിൻട്രസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇങ്ങനെ ഒരു ബോക്സും പെയിൻ്റൊക്കെ ചെയ്ത് അതിലിങ്ങനെ ഇപ്പോൾ പിങ്ക് കളർ തീം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിങ്ക് കളറിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവളിങ്ങനെ ജേർണലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരച്ചിട്ട് അതിൽ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് ഒരു പേജ് ചെയ്തിട്ടുള്ളൂ ഇനി ഇങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് പേപ്പർ ക്രാഫ്റ്റുകൾ. ഇസയാണെങ്കിൽ അത്രയധികം സമയം ഇപ്പോൾ പഴയ പോലെ കിട്ടണില്ല. അവളാണ് കുറേ ക്രാഫ്റ്റ് ചെയ്യാറ്. റോസ് ഇത് ഇപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. എന്താണെന്നറിയില്ല, ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇനി ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ അധികം ക്രാഫ്റ്റ് ചെയ്യലോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് കളിക്കലൊക്കെ കുറവാണ്. കാരണം ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നാൽ കുറച്ച് നേരമേ ഉള്ളൂ. പിന്നെ കുറേ പഠിക്കാനൊക്കെ ഉണ്ടല്ലോ, ഹോംവർക്കും അതൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ടൈം കുറച്ച് നേരം ഫോണും നോക്കിയിരിക്കുകയാണ്. ഇസയ്ക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം കുക്കിംഗ് വീഡിയോസ്, പൂച്ചക്കുട്ടികളുള്ള വീഡിയോസ്, അതുപോലെ തമാശ വീഡിയോസ്, ഇതൊക്കെ ഇഷ്ടം. അവൾ ഏറ്റവും കൂടുതൽ രണ്ടുപേരും കാണുന്നത് യൂട്യൂബ് മാത്രമാണ്. റോസൂനാണെങ്കിൽ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഡ്രസ്സിങ്ങിൻ്റെ ടിപ്സ് പറയുന്ന വീഡിയോസ്, അതുപോലെ തന്നെ മേക്കപ്പ്, സ്കിൻ കെയർ, അതൊക്കെ കാണുകയാണെങ്കിൽ എനിക്കതൊക്കെ ചെയ്ത് തരും കേട്ടോ. കാരണം അവൾക്കത് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാനും ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് നല്ല ഐഡിയാസ് ഉണ്ട്, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്, മോട്ടിവേഷൻ തരണതൊക്കെ കേട്ടോ. പിന്നെ എന്ത് വീഡിയോസ് ആയാലും എന്തെങ്കിലും നമ്മൾ കാണുകയാണെങ്കിലും അത് നല്ല വീഡിയോ ആയിരിക്കണം എന്ന് ഉറപ്പുവരുത്താം. നമുക്ക് യൂസ്ഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ തരുന്നതായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റോ അങ്ങനത്തെ. അല്ലാത്ത ടൈപ്പ് ഒരു കണ്ടൻറ്റ് നമ്മൾ കാണാൻ പാടില്ല എന്നൊരു തീരുമാനം എടുക്കുക. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു 45 മിനിറ്റ് മാത്രം ഒരു ദിവസം ഫോൺ യൂസ് ചെയ്യുള്ളൂ എന്ന് തീരുമാനം എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല കണ്ടൻറ്റ് കാണാം. അപ്പോൾ എന്താ വെച്ചാൽ ഫോണിലേക്ക് അധികം നിങ്ങൾ ഓവറായിട്ട് അഡിക്ഷൻ ആവില്ല. നിങ്ങളുടെ പാരൻസിന് ടെൻഷൻ ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഈ ഫോൺ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആയാൽ പിന്നെ അവർക്കും അത് ടെൻഷനാവും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് എന്താണ്, സേഫായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഉപദേശമാണെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ നിങ്ങൾ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു കേട്ടോ. എൻ്റെ മക്കളെ പോലെ കരുതിയിട്ടാണ് ഞാനിത് പറയണത്. അങ്ങനെ അത് കഴിഞ്ഞ് പഠിക്കാനായിട്ടിരിക്കുകയാണ്. പഠിക്കാനിരുന്നപ്പോൾ ഇസ പറഞ്ഞു അവൾക്ക് ലോഫി മ്യൂസിക് വെക്കണമെന്ന്. അപ്പോൾ ഇസ അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ റോസും പറയും എനിക്കും വെക്കണം മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് രണ്ടാളും പാട്ടൊക്കെ വെച്ചിട്ടാണ് പഠിക്കാനിരിക്കുന്നത്. അത് ലൈറ്റ് ആയിട്ടുള്ള ടൈപ്പ് മ്യൂസിക്കാണ്. നമുക്ക് ടൈമറുള്ള മോഡൽ മ്യൂസിക്കും ഉണ്ട്, ടൈമർ ഇല്ലാത്ത മോഡലും ഉണ്ട്. അപ്പോൾ ഇസ വെച്ചിരിക്കുന്നത് ജസ്റ്റ് മ്യൂസിക് അത്രയേ ഉള്ളൂ. റോസുവിന് ടൈമറൊക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ രീതിക്കുള്ളതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇസയാണെങ്കിൽ മാത്സ് ആണ് പഠിക്കാനിരിക്കുന്നത്, റോസു ആണെങ്കിൽ മലയാളമാണ് പഠിക്കാനിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് ട്യൂഷൻ ക്ലാസ്സിൽ എക്സാമുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ ഓണം എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കുറേ പഠിക്കാനുണ്ട് ഈ പ്രാവശ്യം. ഇസയാണെങ്കിൽ 10th കുറേ പോർഷൻസ് ഉണ്ട്. റോസുവിനും ഉണ്ട് അത്യാവശ്യം. സോഷ്യലൊക്കെ കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് പഠനം കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. കുറേ പഠിക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ പഠിച്ച് തീർക്കണം. എസ്സേയായാലും അത്യാവശ്യം നല്ല രീതിക്ക് ടഫുണ്ട്. പഠിച്ചിട്ടും തീരാത്ത പോലെ ചില നേരത്ത് തോന്നും. ഏത് നേരം പഠിക്കുന്ന പോലെ തോന്നും. എന്നാലോ നമുക്ക് പേപ്പർ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലതൊക്കെ ടഫുമായിട്ട് ഫീൽ ചെയ്യും. ഇത്രയും പഠിച്ചിട്ടും ചില സമയത്ത് മനസ്സിലാവില്ല എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഫോണൊക്കെ ഇതുപോലെ ചോദിക്കും. പാട്ട് വെക്കാനായിരിക്കൊക്കെ ചോദിക്കുക, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പാട്ടല്ല വെക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പാരൻസിന് ഒട്ടും ഇഷ്ടപ്പെടില്ല. പിന്നെ അവർ ഫോൺ തരികയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തിനാണ് ചോദിച്ചത് ആ കാര്യത്തിന് ഉപയോഗിക്കുക. അല്ലാതെ ഫോൺ നമ്മളിപ്പോൾ നോട്ട് എഴുതാനാണൊന്ന് ഫോൺ തരുമെന്ന് ചോദിച്ചിട്ട് ഫോൺ പിന്നെ കുറേ കഴിയുമ്പോൾ വേറെ അതും ഇതും കണ്ടിരുന്ന് സമയം മൊത്തം കളയുമ്പോൾ എന്തായാലും നമുക്ക് ചീത്ത കേൾക്കും. അപ്പം അങ്ങനത്തെ സൂത്രപ്പണികൾ ചെയ്യാതെ കറക്റ്റായിട്ട് കാര്യം പറഞ്ഞിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല കുട്ടികളായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം അമ്മോട് ചോദിക്കുക എനിക്ക് തരാൻ ഫോൺ കാണണമെന്ന് പറഞ്ഞാൽ തരും. സൂത്രപ്പണി ചെയ്യുമ്പോഴാണ് പ്രശ്നം. ചിലപ്പോൾ വീഡിയോ കാണാൻ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണ്ടാവില്ല കേട്ടോ. ഞാൻ ഈസയുടെ റോസുവിൻ്റെ കാര്യം പറഞ്ഞാൽ ചില സമയത്തൊക്കെ അവരും ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഫോണൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ടിപ്സൊക്കെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പ്രെയറൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ വിചാരിക്കാണ്ട് സ്പെഷ്യൽ ഫുഡൊക്കെ നമുക്ക് ക്ലാസ്സുള്ള ദിവസം വൈകുന്നേരമൊക്കെ കിട്ടുമ്പോൾ സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിക്കുന്നതിനൊപ്പം തന്നെ ഞങ്ങൾ അന്നത്തെ ദിവസം സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത് സ്പൈഡർമാൻ എന്ന് പറഞ്ഞ മൂവിയുടെ ഫസ്റ്റ് പാർട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും കണ്ടു കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ കാണുന്നത്. കാരണം ആ സിനിമ എവിടെയാണ് കിടക്കണതെന്ന് മനസ്സിലാവേണ്ടതില്ല, ഫുൾ സിനിമ കിട്ടണ്ടേ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ സിനിമ കിട്ടി, നമ്മളത് ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയത് ഇറങ്ങിയിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടില്ല. നമ്മൾ തിയേറ്ററിൽ ആദ്യമൊക്കെ എപ്പോഴും പോകാറുണ്ടായിരുന്നതാണ്. ഇപ്പോൾ വളരെ കുറവാണ്. ടി വിയിൽ കാണാൻ പറ്റണ കാരണം ഇപ്പോൾ ടി വിയിൽ ഇരുന്നിട്ടാണ് കുറേയൊക്കെ കാണുന്നത്.
അപ്പോൾ സ്പൈഡർമാൻ്റെ ഫസ്റ്റ് പാർട്ട് കുറച്ച് നേരം അത് കണ്ടു, ഫുള്ളൊന്നും കണ്ടില്ല, ഒരു അരമണിക്കൂർ അതിനെക്കാട്ടും കുറച്ച് കൂടുതൽ പടം നമ്മൾ കണ്ട് നിർത്തി വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് പഠിക്കാനുള്ള കാരണമാണ്, അവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി, അവർക്ക് അതിരുന്ന് ഫുൾ കാണണമെന്നുണ്ട്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പൈഡർമാൻ, അവർക്ക് 2 പേർക്കും. അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് നിർത്താം എന്നും പറഞ്ഞിട്ട് ഇത് റോസ് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കില്ല, അത് കഴിഞ്ഞിട്ട് ഇനി പഠിച്ചിട്ട് നാളെ ബാക്കി കാണാം, അങ്ങനെ തിരിച്ച് കണ്ട് തീർക്കാമെന്നാണ് പ്ലാൻ. പിന്നെ പുതിയ ബുക്കൊക്കെ നമ്മുടെ ആയ ശേഷം നമ്മൾ ആദ്യമൊക്കെ പഠിക്കുമ്പോൾ പരീക്ഷയുടെ ആ കുറച്ച് ദിവസം മുമ്പൊക്കെ പഠിച്ചു തുടങ്ങിയാൽ പഠിച്ചൊക്കെ തീരുമായിരുന്നു, വലിയ ടെൻഷനൊന്നുമില്ല, അതുവരെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ബുക്ക് എന്ന് പറയുന്നത് പരീക്ഷയുടെ തലേ ദിവസം പഠിച്ചാലൊന്നും തീരില്ല, അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ ഒന്നും പഠിച്ച് തീരില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടി അതെന്തെങ്കിലും ആവട്ടെ, പഠിച്ചെങ്കിലും തീർത്ത് പ്രോപ്പറായിട്ട് പോകണ്ട, അല്ലെങ്കിൽ അങ്ങനെ ചെന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ റോസ് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയൊരു സംഭവമാണ് കേട്ടോ അത്. കുറേ റബ്ബർ ബാൻഡ് കണ്ട് കുഞ്ഞിതുണ്ടായിരുന്നു, അപ്പോൾ അവൾ പഠിക്കുമ്പോൾ ബോറടിച്ചപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാല പോലെ കോർത്ത് ഇതുപോലെ ആക്കി വെച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു പഠിക്കുന്നതാണോ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയിരിക്കുകയാണോ പരിപാടി, കാരണം ഞാൻ കിച്ചണിൽ പണിയൊക്കെ ആയിരുന്നു, വന്നപ്പോഴാണ് ഈ മാലയൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ ആൾ ഇരിക്കുന്നത്. പിന്നെ മാത്സൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എപ്പോഴും പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ടഫ് മാത്സ് ആയിരുന്നു കേട്ടോ. ഇവർക്ക് അത്രയ്ക്കില്ല, എനിക്ക് ഭയങ്കര ടഫായിരുന്നു. എനിക്ക് എപ്പോഴും C ഗ്രേഡ് കിട്ടുന്നത് മാത്സിന്, ബാക്കിയൊക്കെ A ഗ്രേഡ് A+ കിട്ടും, മാത്സ് ഒരിക്കലും കിട്ടില്ല. പക്ഷെ 10ാം ക്ലാസ്സിൽ ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്സിന് എനിക്ക് A+ കിട്ടി. ഭയങ്കര സന്തോഷം തോന്നി, കാരണം അത്രയും വരെ പഠിച്ച ക്ലാസ്സിൽ ഒരു വട്ടം പോലും A+ കിട്ടാണ്ട് മാത്സിന് അന്ന് A+ കിട്ടിയപ്പോഴാണ് ഏറ്റവും സന്തോഷം തോന്നിയത്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ അങ്ങനെ റോസിൻ്റെ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് നിർത്തിയിട്ട് അവരുടെ ബെഡ് അവർ സെറ്റ് ചെയ്യാണ്. അവർ കണ്ടതാണെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഏതോ ഷോർട്ട് വീഡിയോയിൽ ബെഡ് ഭയങ്കര കോസി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം കുറേ പില്ലോ കൊണ്ട് ഇങ്ങനെ സൈഡിൽ മുഴുവൻ വെക്കുക. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും പുതപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സൈഡിൽ വെച്ചിട്ട് ഒരു തൊട്ടിൽ പോലെ ഉണ്ണികളെയൊക്കെ പണ്ട് കെടുത്തില്ലേ, നമ്മൾ ഉണ്ണികൾ താഴെ വീഴാണ്ടിരിക്കാൻ പണ്ട് നമ്മൾ കെടുത്തും, ഇവരെയൊക്കെ അങ്ങനെ ഞാൻ കെടുത്താറ്, അതേപോലെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഫുള്ള് തലോണ വെച്ച് ഇങ്ങനെ നിറച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്, ഇവർ പുതയ്ക്കുന്ന ബ്ലാങ്കറ്റ്, അത് അതിൻ്റെ മുകളിൽ കൂടെ വിരിച്ചു. അപ്പോൾ ഇവർ പറയണത് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഇങ്ങനെ മേഘങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പോലെ അത്രയും കംഫർട്ടബിൾ ആണെന്നൊക്കെയാണ് പറയണത്. ഞാൻ ചോദിച്ചു ഇതൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്ക് കിടക്കാനുള്ള സ്ഥലം ഈ കട്ടിലുണ്ടോയെന്ന്. അപ്പോൾ അവർ പറയണത് ഇതൊക്കെ നല്ല സ്ഥലമുണ്ട്, ഭയങ്കര സുഖമാണെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അങ്ങനെ അവൾ ബെഡൊക്കെ സെറ്റ് ചെയ്യാണ് 2 പേർക്കും കൂടിയിട്ട്. അപ്പോൾ ആദ്യം ഇവർ 2 പേരും കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇസയാണെങ്കിൽ ഈ കൊല്ലം പഠിക്കാനും ട്യൂഷനും എല്ലാം കൂടി ആയപ്പോൾ റോസ് പിന്നെ തനിയാണ് കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ചില നേരത്ത് ഭയങ്കര ബോറടിയാണ്, കാരണം ചേച്ചി ആരുമില്ല കളിക്കാൻ, എനിക്ക് ബോറടിക്കുന്നു എന്നിട്ട് എന്നെ വിളിച്ചിട്ട് വന്നിട്ട് ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞാൽ അല്ലെങ്കിൽ അവളുടെ കൂടെ ഇരിക്കണം, കാരണം അവൾക്ക് എപ്പോഴും ചേച്ചി കമ്പനി ആയിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം സംസാരിച്ചിരിക്കാനൊക്കെ. അപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഓരോന്നൊക്കെ അതുകൊണ്ടാണ് ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ആദ്യമൊന്നും ഒന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ബെഡിൻ്റെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കരടിക്കുട്ടന്മാരുണ്ട്, ഇവർ 2 പേരെയും അപ്പുറപ്പുറം വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പം അങ്ങനെ ബെഡ് എങ്ങനെ ഇത് യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ കാണിച്ചത് കേട്ടോ. ഇതുപോലെയൊക്കെയാണ് നമ്മുടെ കോസി ബെഡ് സെറ്റിംഗ്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുടിയൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് ബ്രഷൊക്കെ ചെയ്ത് ടാറ്റ ബൈ ബൈ എല്ലാവരോടും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങാം. അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, യൂണിഫോമൊക്കെ സെറ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം ചില സമയത്ത് ബാഗൊക്കെ ഒതുക്കാൻ മറന്നു പോവും, അത് കഴിഞ്ഞ് കാലത്ത് പിന്നെ അത് മറന്നിട്ട് അപ്പോഴാവും ഒതുക്കുക. ആ നേരത്ത് തിരക്കും തിക്കും അടിച്ചിട്ട് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വഴക്കും കേൾക്കും, കാരണം ക്ലാസ്സിലേക്ക് പോകാൻ ലേറ്റ് ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് ബാഗ് പറ്റാവുന്നതും ഒതുക്കി വയ്ക്കുക. ചില ദിവസമൊക്കെ ഇവർ മറന്നിടും കേട്ടോ. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആദ്യം ഇസയാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്, കാരണം അവൾക്ക് ട്യൂഷനൊക്കെ പോകണം. അപ്പോൾ പിന്നെ വേഗം എഴുന്നേറ്റ് അത് എവിടെ ഇരിക്കുമ്പോൾ ഈ ഒരു ടേബിൾ ലാമ്പാണ് യൂസ് ചെയ്യാൻ കേട്ടോ. ഇതിൽ 3 കളർ സെറ്റിങ്സ് ഉണ്ട്, യെല്ലോ വൈറ്റും പിന്നെ വൈറ്റിൻ്റെ തന്നെ വേറെ ഒരു ടൈപ്പ് കളർ. ഇത് ഒരുപാട് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്ന, പിന്നെ ഞാനത് ഇവൾക്ക് കൊടുത്തു. ഇതിപ്പോൾ ആമസോണിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, ഈസി ആയിട്ട്. ഫ്ലിപ്കാർട്ടിലും കിട്ടുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇസയുടെ രാവിലത്തെ റുട്ടീൻ അത്ര എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, കാരണം ഓൾറെഡി അവൾ ഭയങ്കര തിരക്കിലായിരുന്നു. കാരണം ഇത് കഴിഞ്ഞ് പിന്നെ ഫ്രഷായി ക്ലാസ്സിലേക്ക് പോകാൻ റെഡിയൊക്കെ ആവണം. അപ്പോൾ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് കൊണ്ടുള്ളൊരു ഐഫോണാണ് കാണിച്ചു തരുന്നത്. അവൾക്ക് ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നേരമൊന്നും ഇല്ലാത്ത തന്നെ ഈ പ്രാവശ്യം ഒന്നും ക്രാഫ്റ്റൊന്നും ചെയ്യാൻ പറ്റണില്ല. കുറേ ഐഡിയാസൊക്കെ യൂട്യൂബിൽ കാണുന്നുണ്ട്, പക്ഷേ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അങ്ങനെ അവൾ അത് കഴിഞ്ഞ് പിന്നെ റെഡിയായി വേഗം തന്നെ പോയി. പിന്നെ ഞാൻ അവളെ ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല, കാരണം ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവളുടെ ടൈം ഇങ്ങനെ പോവുകയാണേ, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അത് കഴിഞ്ഞ് പിന്നെ റോസു എഴുന്നേറ്റു. അവൾ ദേ വന്ന് റെഡി ആയിട്ട് അവളുടെ ഡയറിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കുകയാണ്, ഓരോരോ കാര്യങ്ങൾ. അവൾക്ക് അങ്ങനെ എഴുതി വെക്കുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അവളിങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ ചെയ്യണമൊക്കെ കാണുമ്പോൾ അവൾക്ക് അതൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവളോട് കുറേയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ അതിനെക്കാട്ടും അവൾക്ക് ഇഷ്ടം ഏതെങ്കിലുമൊക്കെ വീഡിയോയിലുള്ള കുട്ടികളൊക്കെ ചെയ്യണ കാണുമ്പോൾ അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യണതാണ്. അപ്പോൾ നിങ്ങൾ ഇവരുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പറയാറില്ലേ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രൊഡക്ടിവിറ്റി കിട്ടുമെന്ന് പറഞ്ഞാൽ, അതുപോലെ ഇവർക്ക് വേറെ ആരെങ്കിലുമൊക്കെ കണ്ടാലാണ് ഇവർക്ക് അങ്ങനെ ഇഷ്ടം. അപ്പോൾ അതൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അവളൊരു ഡയറിയൊക്കെ വെച്ച് എഴുതി അത് കളറൊക്കെ ചെയ്ത് അതിലിങ്ങനെ ഓരോ കാര്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ടിക്ക് ഇട്ട് കൊടുക്കലും അങ്ങനത്തെയൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഡയറി എഴുതാനും ജേർണലിംഗ് ഒക്കെ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. ഈസയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല, വല്ലപ്പോഴൊക്കെ എഴുതും, കാരണം കൃത്യമായിട്ട് ഫോളോ ചെയ്യാറില്ല. റോസുവിന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സ്റ്റിക്കർ ഒട്ടിച്ച് വയ്ക്കൽ അങ്ങനത്തെയൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കാപ്പി കുടിക്കുകയാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് കാപ്പി മതി, അവൾക്ക് രണ്ടുപേർക്കും ചായ അങ്ങനെ കുറേ കുടിക്കാനൊന്നും ഇഷ്ടമല്ല, കുറച്ച് മതി. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഞാൻ ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കുന്നതാണ്. പിന്നെ ഞാൻ ചിലപ്പോൾ ചായ കുടിക്കാൻ എടുക്കും, ഇവരങ്ങനെ എടുക്കാറില്ല കേട്ടോ, കാരണം സ്പെഷ്യൽ ഗ്ലാസ്സാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൂക്കളൊക്കെ എടുക്കുന്നുണ്ട്, പിന്നെ അത് ഇങ്ങനെ ചെരിയുമ്പോൾ പൂവൊക്കെ അതിൻ്റെ ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യും കേട്ടോ. അപ്പോൾ അവൾക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അവൾ പറഞ്ഞു ഇതിൽ ഒരു ദിവസം ചായ കുടിക്കട്ടെ, ഗസ്റ്റ് വരുമ്പോൾ മാത്രം എപ്പോഴും എടുക്കണേ, സ്പെഷ്യൽ പാത്രങ്ങളൊക്കെ ഞങ്ങൾക്കും വേണമെന്നും പറഞ്ഞിട്ട് അവൾ പറഞ്ഞു ഈ ഒരു ഗ്ലാസ്സിൽ ചായ കുടിക്കുന്നത് അതിലാണ് ചായ കുടിക്കണം കേട്ടോ എന്ന്. അവളപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഈ പൂവ് ഇങ്ങനെ മൂവ് ചെയ്യണ കാണാൻ നല്ല രസമുണ്ടല്ലോ, അതുകൊണ്ട് അത് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് സോഷ്യലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 6th ഏറ്റവും അധികം കുറേ പഠിക്കാനുള്ളത് സോഷ്യലാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പഠിച്ച് കുറച്ച് നേരം മടുത്തപ്പോൾ ഞാൻ പറഞ്ഞു നീ പുറത്ത് പോയി കുറച്ച് നേരം നടക്കാൻ. അവൾക്കാണെങ്കിൽ ഭയങ്കര മടി, എനിക്കൊന്നും വയ്യ നടക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ പോയി കുറച്ച് നേരം ഒന്ന് ഫ്രഷ് എയർ ഒക്കെ കൊണ്ടിട്ട് വായോ, ഒന്ന് പുറത്തേക്ക് പോ. പണ്ടാണെങ്കിൽ കുഞ്ഞായിരുന്നപ്പോൾ ഇല്ലേ ഫുൾ ടൈം പുറത്തായിരുന്നു, ഫുൾ ടൈം മുറ്റത്ത് ഇങ്ങനെ നിലത്തൊക്കെ കെടുക്കും. അപ്പോൾ ഞാൻ ചീത്ത പറയുന്ന നിലത്ത് നിന്ന് എനിക്ക് പോകാനായിട്ട്, കാരണം മേത്തൊക്കെ മണ്ണാവില്ലേ. പക്ഷേ ഇപ്പോഴാണെങ്കിലോ അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുഴപ്പമില്ല, അല്ലാണ്ട് പുറത്ത് പോയിട്ട് കളിക്കാനൊക്കെ ഇപ്പോൾ ഒരു മടിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അവൾ കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് നടന്ന് പിന്നെ അകത്തോട്ട് വന്നിട്ട് ബാക്കി പഠിക്കാനുണ്ടായിരുന്ന ഇത്തിരി പോർഷൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി പഠിച്ച് തീർത്തു. അങ്ങനെ അതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഷായിട്ട് ക്ലാസ്സിലേക്ക് പോകേണ്ട സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയിട്ട് വന്ന് ഇതാണ് നമ്മുടെ മേക്കപ്പ് സെക്ഷൻ. എല്ലാ ഐറ്റംസും ഇവിടെയാണ് ഇരിക്കുന്നത്, ജ്വല്ലറി ഐറ്റംസും പിന്നെ കോസ്മെറ്റിക്സ്, സ്ലൈഡുകൾ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ നമ്മളിവിടെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുക്കാൻ എളുപ്പത്തിന്. അങ്ങനെ ഫ്രഷൊക്കെ ആയി വന്ന ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കണ്ണൊക്കെ എഴുതി പൊട്ടുകുത്തുക അങ്ങനത്തെയൊക്കെ വല്ലതും ചെയ്യാം, ബാക്കി വേറെ ഒന്നും ചെയ്യണ്ട, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് അപ്പവും പൊട്ടാറ്റോ കറിയായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട്, അപ്പോൾ TV ഒന്നും വയ്ക്കില്ല കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വാച്ചൊക്കെ കെട്ടി വളയൊക്കെ ഇട്ടു ഒരു കയ്യിൽ. അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ ബാക്കി മുടി കെട്ടലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം തലമുടി കുളിച്ച കാരണം അതൊക്കെ നനഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ അവൾ തനിയെ തന്നെ കെട്ടും മുടി. പക്ഷെ അന്നത്തെ ദിവസം അവൾ മുടി മെടയാനായിട്ട് നോക്കി നേരം മൊത്തം പോയിട്ട് അവസാനം പിന്നെ എന്നെ വിളിച്ചു, അമ്മ മുടി കെട്ടിക്കോ, ടൈം കഴിഞ്ഞു, വേഗം പോവാറായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വന്ന് മുടി കെട്ടി കൊടുത്തു. അല്ലെങ്കിൽ അവൾ തന്നെയാണ് കെട്ടാറ്. മുടി മെടയിൽ അത്ര പെർഫെക്ഷൻ അല്ല, അവൾക്ക് അത്ര അങ്ങോട്ട് അറിയില്ല ശരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ കെട്ടി നിന്ന് നേരം പോണ ദിവസം എന്നെ വിളിക്കും. അപ്പം അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി കൊടുത്ത് അവർ പിന്നെ വേഗം തന്നെ പോവാണ്. എല്ലാം സെറ്റാക്കി വെച്ചാൽ ചില നേരത്തെ എന്തെങ്കിലും അങ്ങോട്ടൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കറക്റ്റ് ടൈമിന് അങ്ങോട്ട് ഇറങ്ങുള്ളൂ. അപ്പം അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ക്ലാസ്സിലോട്ട് പോയി. ഇതാണ് ഞങ്ങളുടെ ഒരു ഫുൾ ഡേ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ റുട്ടീൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ റുട്ടീനും കമൻസിൽ പറയണം എങ്ങനെയുണ്ടെന്ന്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.